ഷംസീർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത നഷ്ടത്തിൻ്റെ ദിവസമാണ് സെപ്റ്റംബർ 12 ഇന്നത്തെ ദിവസം 2024. സീതാറാം യെച്ചൂരിയുടെ ആ വിയോഗം അത് എത്രമാത്രം ദുഃഖകരമാണ്, എത്രമാത്രം ആഴത്തിലുള്ള വിടവാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കനത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടേത്. കാരണം ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള വലിയ ചെറുത്തുനിൽപ്പ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സീതാറാമനെ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ രാജ്യത്തെ കോalition പൊളിറ്റിക്സിനെ, മുന്നണി രാഷ്ട്രീയത്തെ ശക്തിപ്പെടുന്നതിൽ സീതാറാം യെച്ചൂരി വലിയ പങ്കുവച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിരുദ്ധ കോalitionനെയും പിന്നീട് ഒരു ഘട്ടത്തിൽ BJP വിരുദ്ധ വർഗീയ വിരുദ്ധ കോalitionനെയും ശക്തിപ്പെടുത്താൻ ഒരു ഘട്ടത്തിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പം പിന്നീട് അദ്ദേഹം ഒറ്റയ്ക്ക് CPIഎമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാഗമായി ഇടതുപക്ഷ ശക്തികളെയും ഒപ്പം മതനിരപേക്ഷ പാർട്ടികളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതിന് വലിയ പങ്കുവച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം ഒരു ഐഡിയോളോഗാണ്. CPIഎമ്മിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഒരു ഐഡിയോളോഗ്, ഒപ്പം മികച്ച സംഘാടകൻ, മികച്ച പാർലമെന്റേറിയൻ, അതേസമയം തന്നെ വളരെ പ്രായോഗികവാദിയായ രാഷ്ട്രീയക്കാരനാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ നഷ്ടം ഇന്ത്യക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ജനാധിപത്യ ശക്തികൾക്കുമുള്ള കനത്ത നഷ്ടമാണ്. അദ്ദേഹം വിദേശ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നിരന്തരം ബന്ധപ്പെടുന്നതിലും ഒപ്പം ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ജനാധിപത്യം തകർക്കാൻ നീക്കങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിലും അദ്ദേഹം മുൻനിര പോരാളി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹവുമായി ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ SFI പ്രവർത്തകനായിരിക്കുമ്പം KV സുധീഷ് അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഏറ്റവും ഒടുവിൽ ഈ 2024 പാർലമെന്റ് ഇലക്ഷനിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും ക്യാമ്പയിൻ എത്തിയപ്പം എന്റെ മണ്ഡലത്തിലാണ് അദ്ദേഹം താമസിച്ചത്. അന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നിരന്തരം ക്ലാസും മറ്റും നൽകിയിരുന്നു. അദ്ദേഹം കടുത്ത മതേതരവാദി, തന്റെ അവസാനത്തെ ശ്വാസം വരെയും വർഗീയതയ്ക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയ ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ഞങ്ങൾക്ക് സീതാറാമിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. വളരെ വേദനാജനകമായി അനുസ്മരിക്കുകയാണ് ഓരോരുത്തരും.